എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 79 ശ്ലോകം 10 തൊട്ട് 21 വരെ 12 ശ്ലോകങ്ങൾ. അങ്ങനെ ബലരാമസ്വാമിയുടെ തീർത്ഥയാത്ര നമ്മുടെ കേരളത്തിലും അദ്ദേഹം തീർത്ഥയാത്ര ചെയ്തു എന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ അനേകം ക്ഷേത്രങ്ങളിൽ അദ്ദേഹം തീർത്ഥയാത്ര നടത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. അനുസ്രോതേന സരയും പ്രയാഗം ഉപഗമ്യ സ സ്നാത്വാ സന്ദർപ്യ ദേവാദീൻ ജഗാമ പുലഹാശ്രമം. ബലരാമസ്വാമി സരയു നദിയുടെ തീരത്തിൽ കൂടി പ്രയാഗയില് എത്തിയിട്ട് അവിടെ സംഗമ സ്നാനം ചെയ്തു. അങ്ങനെ പിന്നെ ദേവ പിതൃ പ്രീതിക്കായിട്ട് തർപ്പണം, ദാനം മുതലായവയൊക്കെ ചെയ്തു. അവിടെ നിന്ന് ഹരിക്ഷേത്രത്തിലേക്ക് പോയി. ഗോമതിം ഗണ്ഡകിം സ്നാത്വാ വിപാശാം ശോണാപ്ലുത ഗയാം ഗത്വാ പിതൃനിഷ്ട്വാ ഗംഗാസാഗര സംഗമേ. അവിടെ നിന്ന് ഗോമതി, ഗണ്ഡകി, വിപാശ എന്നീ നദികളില് ശോണം എന്ന നദത്തിലും സ്നാനം ചെയ്തു. പിന്നെ ഗയയിലേക്ക് പോയി. മാതാപിതാക്കന്മാര് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ബലരാമൻ അവിടെ ബ്രാഹ്മണ ഭോജനാദികൾ മാത്രം നടത്തി. പിണ്ടം വയ്ക്കാൻ ആവശ്യമില്ലല്ലോ, അച്ഛനമ്മമാരുണ്ടെങ്കിലല്ലേ പിണ്ടം വയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അത് ചെയ്തില്ല. അവിടെ നിന്ന് ഗംഗാനദി സമുദ്രത്തിൽ ചെന്ന് ചേരുന്ന ആ സ്ഥലത്ത്, ആ സംഗമത്തില് ചെന്നു. ഉപസ്പൃശ്യ മഹേന്ദ്രാദൗ രാമം ദൃഷ്ട്വാഭിവാദ്യ ച സപ്തഗോദാവരീം വേണാം പമ്പാം ഭീമരഥിം തത. അവിടെ സ്നാനം ചെയ്തിട്ട് മഹേന്ദ്ര പർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജമദഗ്നിപുത്രനായ പരശുരാമനെ കണ്ട് നമസ്കരിച്ചു. പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് ഗോദാവരി 7 കൈവഴികളായിട്ട് സമുദ്രത്തിൽ ചേരുന്ന ഘട്ടത്തില് സ്നാനം ചെയ്തു. പിന്നെ വേണ എന്നുള്ള നദിയിൽ ചെന്ന് കുളിച്ചു. പമ്പ, ഭീമരഥി എന്നീ നദികളിലൊക്കെ സ്നാനം ചെയ്തു. സ്കന്ധം ദൃഷ്ട്വായയോ രാമ ശ്രീശൈലം ഗിരിശാലയം ദ്രവിഡേഷു മഹാപുണ്യം ദൃഷ്ട്വാദ്രിം വെങ്കടം പ്രഭു. പിന്നെ അവിടെ നിന്ന് പ്രഭുവായ ബലരാമൻ തിരുത്തണി എന്ന് പ്രസിദ്ധമായ ആ സുബ്രഹ്മണ്യ ക്ഷേത്രത്തില് പോയി സ്കന്ദനെ കണ്ട് നമസ്കരിച്ചു. പിന്നെ ശിവന്റെ സാന്നിധ്യ നിമിത്തം പ്രസിദ്ധമായിരിക്കുന്ന ആ ശ്രീശൈലത്തില് പോയി അവിടെ ഭഗവാനെ വന്ദിച്ചു. അവിടെ നിന്ന് ദ്രവിഡ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യസ്ഥലമായ തിരുപ്പതി എന്ന് പ്രസിദ്ധമായ വെങ്കടഗിരിയിൽ പോയിട്ട് വെങ്കടാചലപതിയെ വന്ദിച്ചു. അവിടുത്തെ ഒക്കെ സമ്പ്രദായം അനുസരിച്ചുള്ള ഉചിത കർമ്മങ്ങളും ദാനാദികളും ഒക്കെ വേണ്ട പോലെ നടത്തി. കാമകോഷ്ണിം പുരീം കാഞ്ചിം കാവേരീം ച സരിത്വരാം ശ്രീരംഗാഖ്യം മഹാപുണ്യം യത്ര സന്നിഹിതോ ഹരി. സർവകാമങ്ങളെയും പൂരിപ്പിക്കുന്ന ആ കാമാക്ഷി ദേവിയുടെ കാമപീഠ സ്ഥാപനത്താൽ പ്രസിദ്ധമായിരിക്കുന്ന കാഞ്ചീപുരയിൽ പോയി നദികളിൽ വെച്ച് മുഖ്യമായിരിക്കുന്ന കാവേരിയിലും സ്നാനം ചെയ്തു. മഹാപുണ്യപ്രദവും സർവദാ ശ്രീഹരിയുടെ സാന്നിധ്യ നിമിത്തം പ്രസിദ്ധവുമായ ശ്രീരംഗക്ഷേത്രത്തെയും സന്ദർശിച്ചു. ഋഷഭാദ്രിം ഹരേ ക്ഷേത്രം ദക്ഷിണാം മധുരാം തഥാ സാമുദ്രം സേതുമഗമൻ മഹാപാതകനാശനം. മഹാവിഷ്ണുവിന്റെ വാസസ്ഥാനമായ ഋഷഭം എന്ന പർവ്വതത്തെയും ശ്രീ മീനാക്ഷി ദേവിയുടെ സാന്നിധ്യത്തിൽ സുപ്രസിദ്ധമായിരിക്കുന്ന മധുരയിൽ പോയി മധുര മീനാക്ഷിയെ ദർശിച്ചു. ശ്രീരാമസ്വാമിയാൽ ബന്ധിക്കപ്പെട്ടതും ദർശനസ്മരണ മാത്രത്താൽ മഹാപാതകങ്ങളെ നശിപ്പിക്കുന്നതുമായ രാമസേതുവിനെയും ബന്ധിച്ച് ആ രാമേശ്വരത്ത് സ്നാന ദർശന നമസ്കാരാദികളൊക്കെ ചെയ്തു. തത്ര ആയുധമദാൽധേനു ബ്രാഹ്മണേഭ്യോ ഹലായുധ കൃതമാലാം താമ്രപർണിം മലയം ചകുലാചലം. രാമസേതുവിൽ പ്രധാനമായി കഴിക്കേണ്ടത് ഗോദാനാണ്. അതുകൊണ്ട് 10,000 പശുക്കളെ ബലരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. പിന്നെ അവിടെ നിന്ന് കൃതമാല നദിയെയും താമ്രപർണ നദിയെയും കുലപർവ്വതമായ മലയാചലത്തെയും പ്രാപിച്ചു അവിടെയെല്ലാം ദർശനം നടത്തി. തത്ര ആഗസ്ത്യം സമാസീനം നമസ്കൃത്യാഭിവാദ്യ ച യോജിതസ്തേന ജാശീഭി
അനുജ്ഞാതോ ഗതോർണവം ദക്ഷിണം തത്ര കന്യാഖ്യാം ദുർഗാം ദേവീം ദദർശസ. മലയാചലത്തിൽ വസിക്കുന്ന അഗസ്ത്യ മഹർഷിയെ കണ്ട് നമസ്കരിച്ച് വന്ദിച്ചു. ഋഷീശ്വരൻ അഗസ്ത്യ മഹർഷി അനേകം അനുഗ്രഹങ്ങൾ നൽകി യാത്രയ്ക്ക് അനുമതി കൊടുത്തു ബലരാമസ്വാമിക്ക്. അവിടെ നിന്ന് പുറപ്പെട്ട് തെക്കേ സമുദ്രത്തെ പ്രാപിച്ചു. ആ സമുദ്രതീരത്തിലുള്ള കന്യാകുമാരി ക്ഷേത്രവാസിനിയായ കന്യ എന്നു പേരോടുകൂടിയ ദുർഗാദേവിയെ രാമൻ ദർശിച്ചു. തത ഫാൽഗുനമാസാദ്യ പഞ്ചാപ്സരസമുത്തമം വിഷ്ണു സന്നിഹിതോ യത്ര സ്നാത്വാ സ്പർശൽ ഗവായുധം. കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്തെത്തി. അവിടെ അനന്തശയനമൂർത്തിത്വേന ശ്രീഹരി സന്നിധാനം ചെയ്തിരിക്കുന്നു. ആ മഹാക്ഷേത്ര സമീപത്തിൽ പഞ്ചാപ്സരസ്, അതായത് പത്മതീർത്ഥം എന്ന് പ്രസിദ്ധമായ ഉത്തമ തടാകത്തിൽ ബലരാമൻ സ്നാനം ചെയ്തു. ആയുധം പശുക്കളെ ദാനം ചെയ്തു. തതോ അഭിവ്രജ്യ ഭഗവാൻ കേരളാം സ്തുതൃകർത്തകാൻ ഗോകർണാഖ്യം ശിവക്ഷേത്രം സാന്നിധ്യം യത്ര ധൂർജടേ. അവിടെ നിന്ന് ഭഗവാൻ ബലരാമൻ ത്രികർത്തകങ്ങൾ എന്ന് സുപ്രസിദ്ധമായ ആ കേരളത്തിലെ അനേകം ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. അവിടെ നിന്ന് ഗോകർണം എന്നു പേരായ ശിവക്ഷേത്രത്തിൽ ചെന്നു. ആ ഗോകർണത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. എന്നും ഭഗവാൻ മഹാദേവൻ അവിടെ നിത്യം സന്നിഹിതനാണ് എന്നാണ് പറയുന്നത്. ആര്യാം ദ്വൈപായനീം ദൃഷ്ട്വാ ശൂർപാരകമകാൽബല താപീം പയോഷ്ണീം നിർവിന്ധ്യാം ഉപസ്പൃശ്യാഥ ദണ്ഡകം പ്രവിശ്യ രേവാമഗമത് യത്ര മാഹിഷ്മതീപുരി മനുതീർത്ഥമുപസ്പൃശ്യ പ്രഭാസം പുനരാഗമൻ. ആ ദ്വീപിൽ വസിക്കുന്ന ദുർഗാദേവിയെ സന്ദർശിച്ചിട്ട് ബലരാമൻ ശൂർപാരകം എന്ന ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് താപി, പയോഷ്ണി, നിർവിന്ധ്യ എന്നീ നദികളിൽ സ്നാനം ചെയ്ത ശേഷം ദണ്ഡകവനത്തില് പ്രവേശിച്ചു. അവിടെ നിന്ന് മാഹിഷ്മതി എന്ന പുരിയുടെ സമീപത്തിൽ കൂടി ഒഴുകുന്ന രേവാ നദിയെ പ്രാപിച്ച് അതിൽ സ്നാനാദികളൊക്കെ ചെയ്തു. പിന്നെ മനുതീർത്ഥത്തെയും അവിടെ നിന്ന് വീണ്ടും പ്രഭാസത്തിലും എത്തിച്ചേർന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.